വടക്കേ മലബാറിൽ ജലോത്സവത്തിന്റെ ആരവങ്ങൾ മുഴങ്ങിത്തുടങ്ങി. പുത്തൻ വള്ളങ്ങളുമായി പുതിയ വള്ളംകളി ടീമുകൾ രംഗത്തെത്തുമ്പോൾ നിലവിലെ പ്രഗത്ഭ ടീമുകൾ തീവ്ര പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. കാസർഗോഡ് അച്ചാന്തുരുത്തി പാലിച്ചോൻ ക്ലബിന്റെ ചുഴലൻ വള്ളം നീറ്റിലിറക്കാനെത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ലക്ഷങ്ങൾ മുടക്കി ഓളങ്ങളെ കീറിമുറിച്ച് കുതിക്കാനുള്ള ചുഴലൻ വള്ളങ്ങൾ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ പൂർത്തിയാവുന്നു. നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി വർഷം തോറും 5ലധികം ജലോത്സവങ്ങൾ നടക്കാറുണ്ട്. കാര്യങ്കോട് പുഴയിൽ ഒക്ടോബർ 2 നടക്കുന്ന മഹാത്മാഗാന്ധി ട്രോഫിക്കു വേണ്ടിയുള്ള ഉത്തരമലബാർ ജലോത്സവവും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ സ്മരണയിലുള്ള സ്വർണ്ണക്കപ്പിനും മനോരമ ട്രോഫിക്കു വേണ്ടിയുള്ള കവായി കായലിലെ ജലോത്സവവുമാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ജലോത്സവങ്ങൾ. മംഗലശ്ശേരി പുഴയിലും പഴയങ്ങാടി പുഴയിലും നടക്കുന്ന ജലോത്സവങ്ങൾ കണ്ണൂർ ജില്ലയിൽ പേരുകേട്ടതാണ്. ഇതിനു പുറമെ കാട്ടാമ്പള്ളി പുഴയിൽ നടക്കുന്ന ജലോത്സവത്തിലും ഈ 2 ജില്ലകളിലെ ടീമുകൾ പങ്കെടുക്കാറുണ്ട്. ഇത്തരത്തിൽ ജലോത്സവങ്ങളുടെ എണ്ണം കൂടിയതോടെയാണ് ജലരാജാക്കന്മാരുടെ പട്ടം പിടിച്ചെടുക്കാൻ വള്ളംകളി ടീമുകൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് ചുഴലൻ വള്ളങ്ങൾ പണികഴിപ്പിക്കുന്നത്. ഓരിയിലെ വള്ളപ്പുരയിൽ നിന്ന് 3ലധികം പുത്തൻ ചുഴലൻ വള്ളങ്ങൾ ഇത്തവണ പുറത്തിറങ്ങുമ്പോൾ വെങ്ങാട്ട് ഗ്രാമത്തിൽ ആലപ്പുഴയിലെ തച്ചുശാസ്ത്ര വിദഗ്ധൻ സാബു നാരായണൻ തന്നെ നേരിട്ടെത്തി ചുഴലൻ നിർമ്മിച്ചിരിക്കുകയാണ്. അച്ചാന്തുരുത്തി, പാലിച്ചോൻ, ശ്രീ വയൽക്കര വെങ്ങാട്ട്, വയൽക്കര മയ്യീച്ച, ന്യൂ ബ്രദേഴ്സ് മയ്യീച്ച എന്നിങ്ങനെയുള്ള ടീമുകളാണ് ഇത്തവണ പുത്തൻ വള്ളങ്ങൾ നീറ്റിലിറക്കുന്നത്. ആവേശവും ആഹ്ലാദവും അലതല്ലിയ അന്തരീക്ഷത്തിൽ നൂറുകണക്കിനായ വെള്ളംകളി പ്രേമികളെ സാക്ഷിയാക്കി അച്ചാന്തുരുത്തി പാലിച്ചോൻ ബോട്ട് ക്ലബിന്റെ പുത്തൻ ചുഴലൻ നീറ്റിലിറക്കാനെത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. നിങ്ങൾ ഇന്ന് ചുരുളൻ വള്ളം തയ്യാറാക്കി നീറ്റിലിറക്കുകയാണ്. അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തമാണ്. അതിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിലേക്ക് വളരെയധികം സന്തോഷമുണ്ട്. വള്ളംകളിയുടെ ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രം മധ്യ തിരുവിതാംകൂർ. അത് നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള നിരവധി മത്സരങ്ങൾ നടക്കുന്നു. നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു വന്ന് ആലപ്പുഴയിലെ ആ ബോട്ട് ഉത്സവം കണ്ടപ്പോൾ അദ്ദേഹം അതീവ താല്പര്യം ഉളവാക്കി. അവരും വർഷം തൊട്ട് വള്ളംകളി മത്സരം തുടർച്ചയായി നടത്താനും അതിലെ പ്രധാന ട്രോഫി പ്രധാനമന്ത്രിയുടെ നാമധേയത്തിൽ നെഹ്റു ട്രോഫി എന്നുള്ള പേരിൽ നൽകാനും തീരുമാനിച്ചു. ചടങ്ങിൽ വള്ളത്തിന്റെ അമരക്കാർക്കുള്ള ജേഴ്സിയുടെ പ്രകാശനവും ഉമ്മൻചാണ്ടി നിർവഹിച്ചു. P. സുധാകരൻ, PV ബാലകൃഷ്ണൻ, P. മധു, CV സുവർണൻ, MV അനീഷ് എന്നിവർക്ക് ഉമ്മൻചാണ്ടി തുഴ കൈമാറി. ചുരുളൻ വള്ളം നിർമ്മാണം ചുമതല വഹിച്ചവരെയും ഉമ്മൻചാണ്ടി ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ പടിഞ്ഞാർ ചന്ദന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ എന്നിവർ ആശംസകൾ നേർന്നു. സംഘാടക സമിതി രക്ഷാധികാരിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ KP ശ്രീജ നാടിന്റെ സ്നേഹോപഹാരം ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ VV ചന്ദ്രൻ, AV വിനോദ് കുമാർ, PV സത്യനാഥൻ, KV കൃഷ്ണൻ, V കുഞ്ഞമ്പാടി, PV ജനാർദ്ദനൻ, AV സുനീഷ് കുമാർ, K ഗീത തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. കടവത്ത് നാരായണൻ സ്വാഗതവും M വേണു നന്ദിയും പറഞ്ഞു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചുഴലൻ വള്ളം നീറ്റിലിറക്കൽ ചടങ്ങിന്റെ ഭാഗമായി തെക്കൻ ശൈലിയിലുള്ള വള്ളസദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.